അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല കേട്ടോ. ഒന്നുമല്ല, നമ്മുടെ റിജിക്കുട്ടിൻ്റെ കണ്ണിൻ്റെ വേദനയൊക്കെ ഉണ്ടാകാനോ പിന്നെ അവൾക്ക് എന്താ ചെവി വേദന എന്നൊക്കെ പറയുന്നുണ്ടോ. അപ്പോൾ എന്താ കൂട്ടുകാരൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മഴയൊക്കെ അല്ലേ, ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഭയങ്കര കാലൊന്നും താഴത്ത് വെക്കാൻ പറ്റില്ല, തണുപ്പടിച്ചിട്ടാണ്. ചെരുപ്പിട്ടിട്ട് വേണം നടക്കാനായിട്ട്. നല്ല സിമൻറ്റ് തറ അധികം ഇല്ലാണ്ടോ എന്തോന്ന് അറിയില്ല. ഭയങ്കര മഴ നല്ല പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാട്ടോ, ഓലം കയറും ഇവിടെ. പിന്നെ അതെല്ലാം നമ്മുടെ റിജിക്കുട്ടി ഇത് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് കണ്ണുവേദനയൊക്കെ ആയിട്ട് ഇന്നിപ്പോൾ സ്കൂളില്ലല്ലോ ആയിരിക്കും. അപ്പോൾ ഷെറിൻഷിമോളും നേരത്തെ എണിച്ചിട്ട് നേരം പഠിച്ചിട്ട് അങ്ങനെ കിടന്നാണ് കേട്ടോ. അപ്പോൾ അവൾ ഇപ്പോൾ റഗീസ്കുട്ടി നമുക്ക് നേരത്തെ എണിച്ചിട്ട് വണ്ടി ഓട്ടുകയാണ്. റിയാസ്ക്ക് അതാ ഒരു വാടക പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാത്തുക്കുട്ടി ഇങ്ങനെ എണിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് എന്നെ ഒന്നും പണിയൊന്നും ചെയ്യാൻ വിടാണ്ട് നമ്മുടെ സുന്ദരിക്കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവൾക്ക് വെയ്യ പാവം. അപ്പോൾ അവളിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. എൻ്റെ മടിയിൽ എന്നെ പണിയൊന്നും ചെയ്യാൻ വിടാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറേ ദിവസമായാലും നമ്മൾ മീനൊക്കെ മേടിച്ചിട്ട് ചിക്കനൊക്കെ മേടിച്ചിട്ട് അപ്പോൾ റിജിക്കുട്ടിക്ക് ഇന്ന് നമ്മൾക്ക് ചിക്കൻ വാങ്ങിച്ചു കൊടുക്കുക വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം അല്ലേ. വെള്ളം ഇവിടെ കടത്തിയിട്ട് വേണം കേട്ടോ പോകാൻ. അപ്പോൾ രാവിലെ ഞാൻ ദോശയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ മടിയിൽ നിന്ന് ഇറങ്ങിയാലും നമുക്ക് പണി നടക്കുള്ളൂ. ഞാൻ പകുതി ചുട്ട് വെച്ച് തന്നിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി മുഴുവനാക്കണം. പിന്നെ കുറച്ച് സാമ്പാറുണ്ടായിരുന്നു. അപ്പോൾ ദോശയ്ക്ക് സാമ്പാർ നല്ല മാച്ചായിരിക്കും. അപ്പോൾ ഇന്ന് ദോശയും സാമ്പാറൊക്കെ ഉണ്ട് രാവിലെ. ഇനി നമുക്ക് ചെറുങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ വെക്കണം. നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ പുതിയ കൂട്ടുകാർ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടൊന്ന് ഇത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. ഇനിയും നിങ്ങളുടെ ശരി. അപ്പോൾ അവൾ മൂത്രം ഒഴിക്കണം പറഞ്ഞ് കരഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളെ കൊണ്ടുപോയി മൂത്രമൊക്കെ ഒഴിപ്പിച്ച് കണ്ണ് വീക്കം മുകളിൽ വിട്ടപ്പോൾ താഴത്ത് കട്ട വരുന്നത്. ഇനി താഴെ വീക്കണോ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. അങ്ങനെ മെല്ലെ റിജിക്കുട്ടിക്ക് ഭയങ്കര കരച്ചിൽ കേട്ടോ. മടിയിൽ നിന്ന് എണിക്കണേ ഇല്ല. എന്നെ ഒരു പണി ചെയ്യാൻ ഇന്ന് വിടില്ല എന്നാട്ടോ ഞാൻ വിചാരിച്ചത്. പിന്നെ അവൾ എൻ്റെ ഒപ്പം 5 മണിക്ക് എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിസ്കരിക്കുമ്പോഴും ഒക്കെ കരച്ചിൽ തന്നെയായിരുന്നു, വെള്ളം പിടിക്കുമ്പോഴും ഒക്കെ. അപ്പോൾ അവളുടെ മടി വെച്ചിട്ട് തന്നെ കേട്ടോ ഒക്കെ ഞാൻ ചെയ്തത്. പിന്നെ അങ്ങനെയൊക്കെ ഒന്ന് റെഡിയായി വന്ന് പിന്നെ അവളായിട്ട് മടിയിൽ ഇങ്ങനെ ഇരുന്ന്. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു ഒന്നും വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ, ഒന്നലെ ഇടാൻ പറ്റിയില്ല, ഒന്നും പറ്റില്ല എന്നൊക്കെ വിചാരിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ചു നമുക്ക് ഡെയിലി വീഡിയോ ഇട്ടാലല്ലേ നമുക്കും എന്താ പറയുക എല്ലും മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാന്ന് പറഞ്ഞ പോലെ നമ്മൾ പണിയെടുത്താലല്ലേ നമുക്ക് കൂലി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന തൊഴിൽ കൃത്യമായിട്ട് നല്ല ഇതുപോലെ ചെയ്താൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്യുന്നതിനുള്ള പ്രതിഫലം കിട്ടുന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവളെ കരയിപ്പിച്ചിട്ടൊന്നുമില്ല, കരയിപ്പിക്കണ്ട. പിന്നെ അങ്ങനെ അവളെ ഒപ്പം കിടത്തി ഉറക്കി ഒക്കെ ശേഷം ഞാൻ പകുതി ദോശ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കുള്ളത്. അപ്പോൾ എണിച്ചപാടും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ റിയാസ്ക്ക് ഒന്നും കഴിക്കാണ്ടാണ് പോയത് കേട്ടോ. ഒരു വാടക കിട്ടിയപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ ഞാൻ ദോശ വേഗം തിരിച്ച് ഓയിലൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ റിജിക്കുട്ടിനെ മെല്ലെ ഞാൻ ഉറക്കിയിട്ടാണ് വന്നത് അവിടുന്ന്. അപ്പോൾ പിന്നെ റിയാസ്ക്ക് ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെരുന്നാളിന് ബിരിയാണി വെച്ചതല്ലേ, ബീഫ് ബിരിയാണിയൊക്കെ. അപ്പോൾ അന്ന് കൂട്ടിയതാട്ടോ ചിക്കൻ. പിന്നെ ഞാൻ ബീഫൊന്നും അങ്ങനെ ഞാൻ കൂട്ടാറില്ല. അപ്പോൾ കുറേ ആയില്ലേ. അപ്പോൾ കുട്ടികൾക്കൊന്നും സ്കൂളും ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ കറിയും വെച്ച് നെയ്ച്ചോറും വെക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അപ്പോൾ അവൾ ഉറങ്ങിയ ശേഷം കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് പിന്നെയും വന്നത്. പിന്നെ വന്ന് ഒരു ഗ്ലാസ് ചായയും ദോശയൊക്കെ കഴിച്ചിട്ട് പിന്നെ മെല്ലെ ഉള്ളിയൊക്കെ തൊലിക്കാൻ നിന്നു. പിന്നെ അരി കിട്ടിയിട്ടില്ല കേട്ടോ. അരി വീണ്ടും റിയാസ്കഞ്ഞി പോയിട്ട് വന്നിട്ട് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ ചിക്കനേക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വൃത്തിയാക്കി കഴുകിയിട്ട് പിന്നെ ഉള്ളിയൊക്കെ ഞാൻ ഒക്കെ തൊലിച്ച് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ കഴുകിയിട്ട് ഇതൊന്ന് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഇത് വന്നിട്ട് ശക്തി മസാലയാണ് കേട്ടോ. ശക്തി ചിക്കൻ മസാലയാണ്. ഇത് പറയും പോലെ നല്ല ശക്തി തന്നെയാണ് കേട്ടോ. ഇത്തിരി ഞാൻ നാക്കിലൊന്ന് വെച്ച് നോക്കിയപ്പോൾ പടച്ചോനെ എരിഞ്ഞിട്ടിരിക്കാൻ വയ്യ കേട്ടോ. പക്ഷെ അതുപോലെ നല്ല ടേസ്റ്റും ഉള്ള സാധനമാണ്. അപ്പോൾ
ശക്തിനെ പോലെ തന്നെ നല്ല ശക്തി ഉണ്ട് കേട്ടോ. നല്ല എരിഞ്ഞിട്ട് ഓടും. ആരുടെയെങ്കിലും കണ്ണിലും മൂക്കിലും ഇത്തിരി ആയ ഭയങ്കര ഓടിട്ട് നമുക്ക് ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വേഗം ഓടിക്കോളും. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് പോണ സമയത്ത് ഇത് കുറച്ച് കയ്യിൽ കരുതിയാൽ മതി. രക്ഷപ്പെടാൻ നല്ലൊരു ഐറ്റമാണ് കേട്ടോ ആ സാധനം. ശക്തി എന്ന് പേര് പോലെ തന്നെ നല്ല ശക്തിയാണ് കേട്ടോ. കഴിക്കാനും നല്ല അടിപൊളിയാണ്. അപ്പം അത് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൽ തന്നെ ഉപ്പും എരിവും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ അത് മാത്രം മുളക് ഇങ്ങനെ തേച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചിക്കൻ കറി വെക്കുന്ന റെസിപ്പിയൊന്നും അങ്ങനെ കാണിക്കണില്ല കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ചിക്കൻ്റെ റെസിപ്പിയൊക്കെ. അപ്പം നിങ്ങൾ കാണാത്തവരൊക്കെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കുക. അപ്പം ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. അപ്പം ഇന്ന് ഞാൻ എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡേ മൈ ലൈഫ് കാണാനാണ് ഇഷ്ടം എന്നൊക്കെ എനിക്ക് അറിയാം. അപ്പോൾ എല്ലാവരും കുറേ ആൾക്കാർ ഡേ മൈ ലൈഫ് ഇടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ ആവും വിധത്തിലുള്ള ഒരു ഡേ മൈ ലൈഫൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വലിയുള്ളിയും തക്കാളിയൊക്കെ വണക്കിയെടുത്തിട്ട് അപ്പം നമ്മുടെ റിയാസ്ക വന്നോന്ന് മുറ്റത്തേക്ക് നോക്കാൻ പോയപ്പോൾ നമ്മുടെ ചേട്ടനും റിയാസ്കയും അവിടെ പൊരിഞ്ഞെന്തോ പണിയിലാണ് കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ ചിക്കൻ കറി ആദ്യം അടുപ്പിൽ തന്നെ വെച്ചെടുത്തു. പിന്നെ ഞാൻ ചിക്കൻ കറി ഇപ്പോൾ എല്ലാവർക്കും വെക്കാൻ അറിയാലോ അല്ലേ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ പ്രാവശ്യം റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കാണിക്കാൻ സവാള മാത്രം വേണം. പിന്നെ നമുക്ക് ഫോൺ വെക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ. അടുപ്പിൻ്റെ അവിടെ ഫോൺ വെച്ച് ചിലപ്പോൾ പൊട്ടിത്തെറിക്കുകയത് ചെയ്താലേ പേടിച്ചിട്ട് ഞാൻ ഫോൺ അധികം അടുപ്പിൻ്റെ അവിടേക്ക് കൊണ്ടുപോകാറില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വിട്ട് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ ചിക്കൻ കറിയൊക്കെ അടുപ്പിലായ ശേഷം പിന്നെ നെയ്ച്ചോറ് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് നെയ്ച്ചോറ് വെക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഞാനും എനിക്കറിയണ പോലെ ഒപ്പിച്ചെടുക്കും കേട്ടോ. ഞാൻ നമ്മുടെ പാലക്കാടിൽ എങ്ങനെ വെക്കുക അതുപോലെ ഞാൻ വെക്കുള്ളൂ. എനിക്ക് വേറെ മോഡലൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും മല്ലി ഒക്കെ പട്ടയൊക്കെ ഇട്ടിട്ട് ഒന്ന് നെയ്യും കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ നമ്മുടെ ചട്ടി പിന്നെ അടുപ്പത്ത് ഇരിക്കണില്ല കേട്ടോ. നമ്മുടെ അടുപ്പിൻ്റെ മുഴ കുറച്ച് വലുതും ചെറുതൊക്കെ ആയ കാരണം ശരിക്കും നിൽക്കണില്ല. പിന്നെ മഴ പെയ്ത അടുക്കള ഫുള്ള് ചോറ് കിട്ടും. അപ്പം ഞാൻ എന്തായാലും ചോരില്ലെന്ന് വെച്ചാൽ അടുപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കഴുകി വിട്ടിട്ട് കേട്ടോ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചത്. അപ്പോൾ അതാണ് ആ നനവ് കാണുന്നത്. പിന്നെ അവിടെ അതിന് മേലെ ചോറിനതിന് റിയാസ്ക്ക് ദാർപ്പായൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ മയിൽ ഇങ്ങനെ ഓരോന്ന് വന്നിരുന്നിട്ട് ഇങ്ങനെ ഓടൊക്കെ പൊട്ടിച്ചിട്ടാട്ടോ ഭയങ്കര ചോർച്ച. പിന്നെ നമുക്ക് എത്ര വൃത്തിയാക്കിയാലും വൃത്തിയില്ലാത്ത പോലെ തോന്നും. പക്ഷെ ഞാൻ ആവുന്നതും എല്ലാവിടെയും വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വിറക് വെക്കുന്ന എവിടെയും പേടിയാണ്. എന്നാലും ഞാൻ കുറച്ച് വിറകെ കൊണ്ടുവന്ന് നോക്കുള്ളൂ. പിന്നെ നമുക്ക് കത്തിക്കും വേണ്ടേ. മഴ പെയ്താൽ നനയുകയും ചെയ്യും. പിന്നെ പുറത്തുള്ള വിറകൊക്കെ നനഞ്ഞിട്ടാട്ടോ കിടക്കണം. കത്തിച്ചാലും പിന്നെ അങ്ങനെ ഞാൻ നെയ്ച്ചോറ് അടുപ്പത്താക്കിയിട്ടുണ്ട്. പിന്നെ ഈ ചോറൊന്നും ദമ്മിടാണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റൂല അല്ലേ. എനിക്ക് അങ്ങനെ ഒരു സമാധാനക്കേടാണ് കേട്ടോ. ചോറ് നിന്ന് കഴിഞ്ഞാൽ ഞാനത് ഇളക്കി കൊണ്ടേയിരിക്കും കേട്ടോ വേകണവരെ. പിന്നെ ദമ്മിട്ടാലേ എനിക്ക് സമാധാനമാവുള്ളൂ. അപ്പം ഞാൻ ഇളക്കിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫോൺ സെറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ല. അതുകൊണ്ടാണ് അതാ ചോറൊക്കെ നല്ല വെട്ടി തിളച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് മൂടി വെക്കണം. ചോറിന് ദമ്മിട്ടിട്ട് നല്ലോണം ചോദിച്ചു. എന്നിട്ടോ നോക്കുമോ? ഇവിടെ രാത്രിയും പകലൊക്കെ ഒരുപോലെ കേട്ടോ. ഒരു ജാതി സൗണ്ടാണ്. ഒരു ജാതി പാറ്റൻ്റെ ഒക്കെ ഒരു സൗണ്ടാണ് കേട്ടോ. അപ്പോൾ രാവും പകലും ഒരു ജാതി എന്നുള്ളൊരു സൗണ്ടാണ് കേട്ടോ. പിന്നെ റിൻഷിമോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചിക്കൻ കറിയൊക്കെ ആയോ ചോറൊക്കെ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇന്ന് സ്കൂളില്ലാത്ത കാരണം മെല്ലെ അണിച്ച്. പിന്നെ ഞാൻ തന്നെ എല്ലാ പണിയും ചെയ്തത്. അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് എണിച്ച് വന്നത് കേട്ടോ. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓർമ്മയില്ലാണ്ട് നമ്മുടെ ചട്ടകം അടുപ്പിലിടാൻ നോക്കിയിട്ട് അതാണ് ഞാൻ കഴുകണത്. പിന്നെ അത് ഞാൻ കഴുകി വെച്ചിട്ട് പിന്നെ മറ്റേ ചട്ടകം നമ്മൾ ചാരം പുതിയ തട്ടായതുകൊണ്ട് കുറച്ച് ചാരം മുകളിലിട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ അങ്ങനെ കനൽ വാരി ഇടുകയാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അതിലങ്ങനെ കരി പിടിക്കും. അപ്പോൾ തേച്ച് കഴുകി പറഞ്ഞാൽ വേഗം പോവില്ല. അപ്പോൾ നമ്മൾ പുതിയതൊക്കെ മേടിച്ച് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ചാരം അങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ പാത്രത്തിലും അതെ തട്ടിലും അതെ. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേച്ച് കഴുകാൻ ഭയങ്കര ഈസി ആയിരിക്കും. വേഗം അധികം കരിയൊന്നും ഉണ്ടാവില്ല. പിന്നെ
അടിയിൽ മാത്രം കത്തുന്നതുകൊണ്ട് നമ്മുടെ ചട്ടിക്ക് പിന്നെ അധികം കരിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ചട്ടി വാങ്ങിയ ശേഷം വെച്ചപ്പോൾ ചുറ്റും ഞാൻ ചാരമൊക്കെ തേച്ചിട്ടാട്ടോ വെച്ച് പെരുന്നാളിന് വലിയ പെരുന്നാളിന് വെക്കണ സമയത്ത്. അതുകൊണ്ട് അത്ര കരിയൊന്നും ആയിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ തേക്കാൻ മറന്നു. പിന്നെ തട്ടിൽ മാത്രം കുറച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ചോറ് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അടിയത്തെ തീയൊക്കെ ഒന്ന് കമ്മിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ചാരമൊക്കെ വാരിയിട്ട് ഒന്ന് മുകളിൽ ഇങ്ങനെ ദമ്മിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും നെയ്ച്ചോറ് മാത്രം കേട്ടോ. പിന്നെ തണുപ്പായതുകൊണ്ട് തൈരൊന്നും മേടിച്ചിട്ടില്ല, തൈര് വേണ്ട വെച്ചു. പിന്നെ നമ്മുടെ ഈ പൊടി നല്ല എരിവുള്ള പൊടിയാട്ടോ, അതുകൊണ്ട് ഭയങ്കര കറിക്ക് കുറച്ച് എരിവ് അധികമായിപ്പോയി. എന്നാലും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. പിന്നെ നമുക്ക് ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ പിന്നെ കൈയോടെ കഴുകി വെച്ചാലും പാത്രമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കഴുകാൻ. ഇനി കഴിച്ച് കഴിഞ്ഞാൽ മാത്രമുള്ള പാത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒക്കെ ഞാൻ രാവിലെ നേരത്തെ കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ എന്ത് വെക്കുമ്പോഴും നിരന്ന് വരുമല്ലോ, അപ്പോൾ അങ്ങനെ ഒന്ന് കഴുകിയെടുത്താണ് കേട്ടോ. പിന്നെ ഇനി നമ്മുടെ ചിക്കൻ നമ്മൾ നേരത്തെ തന്നെ മുളക് വരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഗ്യാസിൽ തന്നെ കേട്ടോ വെക്കണം. നമുക്ക് ചീഞ്ചട്ടി അടുപ്പിൽ വെക്കാനുള്ള ചീഞ്ചട്ടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ സമയം ഒരുപാടൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം, പിന്നെ നല്ല മഴ വരുന്ന പോലെ ഉണ്ട് കേട്ടോ. തുണികളൊക്കെ ഞാൻ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എടുത്ത് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വെയിൽ വരുമില്ലേ നോക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ റേസ് കുട്ടി അതിൻ്റെ മേലെ കയറിയിട്ട് എന്തൊക്കെയോ തരികിട പണികളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജിൻ്റെ മേലുള്ളത് മൊത്തം നമ്മുടെ പാത്തുക്കുട്ടിൻ്റെയും എൻ്റെയും ഒക്കെ മരുന്നാട്ടോ, നമ്മുടെ റജിക്കുട്ടിൻ്റെയും ഒക്കെ മരുന്നുകളാണ്. മൊത്തം മരുന്ന് ഷോപ്പാട്ടോ അവിടെ. എവിടെ നോക്കിയാലും മരുന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ അവ അവിടെ കയറി ഇവിടെ കയറി ഓരോന്ന് വലിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനുള്ള റിൻഷിമോൾ അവനെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിയിട്ട് പോയി. പിന്നെ ഞാനിനി ചിക്കൻ പൊരിക്കാൻ വേണ്ടി ചട്ടകം തേടുമായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ ചട്ടകം അവിടെ ഒരു ഓരത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് കഴുകി വെച്ചതായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് അങ്ങനെ ചിക്കൻ വറുക്കാൻ വേണ്ടി നിന്നു. പിന്നെ എണ്ണ നല്ല ചൂടായ ശേഷം ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഇനി ഇതൊന്ന് 2 വട്ടാക്കിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഞാൻ ഇതിലിപ്പോൾ ആ പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചേർത്തിട്ടില്ല, മുട്ട ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ആ ഒരു ശക്തി മസാല മാത്രം, അത് മാത്രം മതി കേട്ടോ. നമുക്ക് നല്ല അടിപൊളിയായി നീറ്റായിട്ട് നല്ല കളറോടുകൂടി മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ കഴിക്കാനും നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം ഒരു ട്രിപ്പ് ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെയിലൊന്നും ഇങ്ങനെ അടിക്കണ പോലെ തോന്നിയിട്ട്, അപ്പം ഇത്തിരി വെയിലടിക്കണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം, നമ്മൾ ഇന്നലെ ഡെയിലി അലക്കണുണ്ട് കേട്ടോ, പക്ഷെ എന്താ ഉണങ്ങി കിട്ടണില്ല. മഴ ആയതുകൊണ്ട് തന്നെ ഡെയിലി ഇങ്ങനെ തുണികളൊക്കെ അലക്കണുണ്ട്. പക്ഷേ ഓരോ സ്റ്റെപ്പായിട്ട് ഞാനിങ്ങനെ എടുത്ത് അവിടെ ഇവിടെ ഇട്ട് ഉണക്കിയെടുക്കും കേട്ടോ. അപ്പം ഇന്ന് വെയിൽ കണ്ടപ്പോൾ ഒക്കെ ഒന്ന് ചേറിലാക്കി പുറത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇതാ നമ്മുടെ പാത്തോട്ടി മൂത്രമൊഴിച്ച തുണികളൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ രാത്രി ചിലപ്പോൾ ഇങ്ങനെ സ്നഗ്ഗി ഇട്ടാലും ഒരുപാട് പോണ കാരണം പുതപ്പും വിരിപ്പൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇട്ട ഡ്രസ്സുകളും ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒക്കെ ഒന്ന് അലക്കി വെച്ചാട്ടോ. ഞാൻ നേരത്തെ ഒരു 6 മണിക്ക് അലക്കി വെച്ചാണ്, പക്ഷെ ഇടുന്ന സമയം ഇപ്പോഴാണ് കേട്ടോ. വേഗം ചോറും കൂട്ടാനൊക്കെ വെക്കാൻ നിന്ന കാരണം കൊണ്ട് പിന്നെ അടുക്കളയിൽ കയറിയ പിന്നെ ഇതിൻ്റെ ഓർമ്മയും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അലക്കി ബക്കറ്റിലാക്കി വെച്ചതാണ് 6 മണിക്ക്. പിന്നെ ഇപ്പോൾ ഞാൻ വെയിൽ കണ്ടപ്പോൾ ഓർമ്മ വന്നപ്പോൾ വേഗം എടുത്തിടുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ സ്ലിമ്മിലിട്ടിട്ട് വെച്ചിട്ട് വന്നിട്ടാട്ടോ തുണിയൊക്കെ അങ്ങനെ തോരടുന്നത്. അപ്പോൾ അതാ ദിവസം ഓരോ ബക്കറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ 1-2 തിരുമ്പും, ഇല്ലെങ്കിൽ ഡെയിലി തിരുമ്പും. പിന്നെ റിൻഷിമോളുടെ യൂണിഫോമൊക്കെ ഉള്ളതുകൊണ്ട് ഡെയിലി തിരുമ്പണം കേട്ടോ. അവൾക്ക് ഒരു ജോഡി തന്നെ ഉള്ളൂ, അപ്പോൾ അത് ഡെയിലി ഞാൻ അലക്കി കൊടുക്കും. അങ്ങനെയൊക്കെ ഇതായി പോകുന്നുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ നല്ല എല്ലാവരും തുടച്ചു കേട്ടോ. പക്ഷെ മഴ ആയതുകൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ വേഗം ഉണങ്ങൂല കേട്ടോ. നല്ല ഓതുണ്ട് സ്ഥലമാണ്, അത് കാരണം ഇന്നലെ തുടച്ച കാരണം ഇന്ന് ഫുള്ളും വെള്ളം തന്നെ കേട്ടോ അകത്ത്. നമുക്ക് ചെരുപ്പില്ലാണ്ടൊന്നും നിൽക്കാൻ പറ്റൂല. പിന്നെ നമ്മുടെ ലൈന് വീടൊക്കെ ഉറങ്ങി കിടക്കുക കേട്ടോ, ആരുമില്ല. ഒരു ശൂന്യമായ ഒരു സ്ഥലമാണ് കേട്ടോ. പക്ഷെ നമുക്ക് താമസിക്കാനും നല്ലൊരു എന്താ പറയുക, ഓണറിൻ്റെ ശല്യമൊന്നും ഇല്ല, സുഖമായിട്ടിരിക്കുക കേട്ടോ. ഓണർ വാടകയ്ക്ക് മാത്രമേ വരുള്ളൂ. പിന്നെ നമ്മൾ നമ്മുടെ വീട് എങ്ങനെ നമ്മളിരിക്കണത് നമ്മുടെ സ്വന്തം വീട് പോലെ സൂക്ഷിച്ച് നമ്മൾ വൃത്തിയായിട്ട് വെക്കുക കേട്ടോ. അപ്പം ഞാനാവുന്നതും നല്ല വൃത്തിയായി നീറ്റാക്കി ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ മുറ്റമൊക്കെ മഴ പെയ്തിട്ട് പാസാറ് പിടിച്ച് കിടക്കും. ഒരിക്കൽ ഞാൻ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വീണ്ടും ഇങ്ങനെ മണ്ണിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ തുണിയൊക്കെ അലക്കി ഇട്ട് കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് പോയി. പിന്നെ നമ്മുടെ റിയാസ്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റിയാസ്ക വന്ന് വിശന്നിട്ടാണ് വന്നത്. അപ്പം എന്നാൽ ഞാൻ വേഗം ചോറ് ദമ്മൊക്കെ എടുത്ത് പൊട്ടിച്ചിട്ട്
അവിടെ വെച്ച് ദമ്മ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ചാരമൊക്കെ അടുപ്പിലിട്ടിട്ട് ഞാൻ അതൊന്ന് തുറന്ന് നോക്കണം എങ്ങനെ സെറ്റായി വന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ല മൊരിയട്ടെ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഞാൻ മറക്കും അടുപ്പിൽ എന്താ വെച്ചെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ വന്ന് നോക്കിയപ്പോൾ അതൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇത് മാറ്റിയിട്ട് ഇനി അടുത്ത ട്രിപ്പ് ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൈയും ആക്കി കുറച്ച് കറിയും കേട്ടോ വെച്ചത്. നെയ്ച്ചോറായതുകൊണ്ട് നമുക്ക് കറി വേണമല്ലോ. പിന്നെ ഇതാ അങ്ങനെ ഞാൻ ദമ്മ് ഒന്ന് മെല്ലെ തുറന്ന് നോക്കാം കേട്ടോ. അപ്പം നോക്കുമ്പോൾ ഞാൻ ആകെ പേടിച്ചു കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും ഒട്ടിപ്പിടിക്കുമോ അതൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പം ഇന്ന് ഞാൻ നെയ്ച്ചോറ് വെച്ചപ്പോൾ നല്ല കറക്റ്റായിട്ട് നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അരി ആയതുകൊണ്ട് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാനും സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ അങ്ങനെ കഴിച്ചിട്ടാട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വെറുതെ പറയുന്നത്, ഒന്നും വിചാരിക്കണ്ട. നമുക്കെല്ലാം കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് വോയിസ് കൊടുത്ത് എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നെയ്ച്ചോറ് ചട്ടിയിൽ അടിപിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഒപ്പം തന്നെ നിന്ന് വിറകൊക്കെ ഒപ്പം ഇങ്ങനെ വെച്ച് കൊടുത്ത കാരണം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി ഇതിപ്പോൾ ഇതിപ്പോൾ ഉച്ചക്കൽക്കും രാത്രിക്കൽക്കുമാണ് കേട്ടോ. ചിലപ്പോൾ റിയാസ്ഖാൻ്റെ അനിയൻ വന്നാൽ അവനിക്കും കൊടുക്കണം. അങ്ങനെ ഇതാ ഒക്കെ റെഡി ആയിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ടാവും, വന്നാൽ വരുമോയെന്ന് അറിയില്ല. അപ്പം ഞാനിപ്പോൾ റിയാസ്ക്ക് പാവം വിശന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഹാളിൽ. അപ്പം ഞാൻ വേഗം ചൂടോടെ തന്നെ എടുത്തിട്ട് ഞാൻ 2 ദോശ മാത്രം തിന്നിട്ട് പോയതാട്ടോ. അപ്പം ഞാൻ വേഗം വിശന്നിട്ടിരിക്കലേ എന്ന് വിചാരിച്ച് പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വേഗം കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോൾ പൊരിച്ചത് ഞാനിങ്ങനെ പാത്രത്തിലാക്കിയിട്ടാണ് കൊടുക്കല്. അപ്പം ഞാൻ വേഗം വിശന്നിട്ടിരിക്കലേ എന്ന് വിചാരിച്ചിട്ട് വേഗം ഇങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ മൂപ്പര് വേണ്ടിയത് എടുത്ത് കഴിക്കും. അപ്പം ഞാനിത് കൊടുക്കട്ടെ കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് റിയാസ്ഖാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ് ചോറും കൊണ്ട്. അപ്പോൾ അതാ ഇനി കറിയും കൊണ്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മറ്റേ ചിക്കൻ വറുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തന്നെ വറുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയും അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഉറങ്ങി എണീച്ച ശേഷം ഞാൻ വീണ്ടും നമുക്ക് അലക്കാനുണ്ടാവും. പിറ്റേ ദിവസം രാവിലെ നേരത്തെ അലക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യൽ ഞാൻ. പിന്നെ അവൾക്ക് ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ പിന്നെ സ്കൂളിലേക്ക് എല്ലാവരും ഈ സമയം സ്കൂളിലായിരിക്കും. പിന്നെ ഇതാ ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് മുരിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇനി എനിക്കും വിശക്കാൻ തുടങ്ങി. കുട്ടികൾ ഓരോരുത്തർ ചോറ് ചോദിക്കാൻ തുടങ്ങി. ഞാൻ റോജിക്കുട്ടിക്ക് എന്താണാവോ ഒന്നും കൊടുത്തിട്ടും തിന്നണില്ല കേട്ടോ. അവൾക്ക് വയ്യാത്തതുകൊണ്ട് എന്താ അറിയില്ല. അപ്പോൾ റിയാസ്ക്ക് ഒരു പാക്കറ്റ് ഹോർലിക്സ് ഇങ്ങനെ കയ്യിൽ കൊടുക്കണുണ്ടോ കഴിക്കാൻ. അപ്പോൾ ഞാനിതാട്ടോ കുറച്ച് കറി തന്നെ വെച്ചുള്ളൂ. അപ്പോൾ ഞാൻ അത് ഒത്തിരി എടുത്ത് റിയാസ്ക്കാക്ക് ഇന്നിപ്പോൾ ഒക്കെ അടുപ്പിലാട്ടോ ഞാൻ വെച്ചത്. കാരണം കുറച്ച് റിയാസ്ക്കാക്ക് കൂട്ടാൻ കൊണ്ട് കൊടുക്കണം. അപ്പോൾ റിയാസ്ക്കും റിൻഷിമോളും റഹീസും ഒക്കെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാനും അവരുടെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്കുള്ള ചോറും ഒക്കെ എടുത്തിട്ട് പോയി കേട്ടോ. അപ്പം പിന്നെ എന്താണ് അതിന് മുമ്പ് നമ്മൾ ഫാത്തിമാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാത്തിമ അതും കഴിച്ച് പിന്നെ ബാത്റൂമിലൊക്കെ പോയി ഇങ്ങനെ അവൾ പിന്നെ അങ്ങനെ കിടക്കുക കേട്ടോ. മരുന്നൊക്കെ കുടിച്ചിട്ട് അവൾക്കാണ് ആദ്യം കൊടുക്കുക ഞാൻ. പിന്നെ ഞങ്ങൾ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ ചോറായതും ആദ്യം അവൾക്കാട്ടോ കൊടുത്ത്. പിന്നെ അത് അവൾക്കിങ്ങനെ നെയ്യിൻ്റെ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ വേഗം ബാത്റൂമിലേക്ക് പോകും. അതാണ് അവളുടെ ഒരു ഇടങ്ങറ്. എന്നാലും ഞാൻ അവൾക്ക് ആദ്യം കൊടുത്തൊക്കെ കഴിഞ്ഞിട്ടായിട്ട് ഞാനും കഴിക്കാതിരിക്കുക. പിന്നെ അൽഹംദുലില്ലാ സമാധാനത്തിൽ ഞാനും അവൻ്റെ കൂടെ ഇരുന്ന് കഴിക്കട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പോൾ ചോറും ചിക്കനും ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയതായി വന്ന കൂട്ടുകാർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. അപ്പോൾ നിങ്ങളെ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഓരോ ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ കൂട്ടുകാർ ഇപ്പം നമ്മുടെ പിന്നെ പെട്ടെന്ന് വെയിൽ പോവുകയും ചെയ്തു കേട്ടോ. പെട്ടെന്ന് ഞാൻ തുണികളൊക്കെ നനയുമെന്ന് വിചാരിച്ചു വേഗം. പിന്നെ നല്ല മഴയായിരുന്നു പുറത്ത്. ഒരു 2 വെയിലടിച്ചതും പിന്നെയും മഴ പെയ്തു കേട്ടോ. ഇതും പുറത്ത് നല്ല മഴ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ കൂട്ടുകാരി. അതുവരെയും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്. പുറത്ത് നല്ല മഴ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കൂട്ടുകാരി. ടാറ്റാ.